ഹലോ ഹലോ ഗായ്സ്, എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രിയിലാണ് വന്നത്. അപ്പം അതിൽ മെയിൻ ഒരു അട്രാക്ഷൻ ആയിരുന്നു ചോക്ലേറ്റ് ഫാക്ടറി, ഹെർഷീസ് ചോക്ലേറ്റ് ഫാക്ടറി. അപ്പോൾ ഇന്ന് നമ്മളുടെ ഈ വ്ളോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടിയ സ്വീറ്റ്സ് എല്ലാം എന്തൊക്കെ സ്വീറ്റ്സ് ഒന്ന് കാണിക്കാം. ഞങ്ങളിവിടെ കുറച്ച് സ്വീറ്റ്സ് മേടിച്ചിരുന്നു, അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടും ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആദ്യം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റമാണ് റീസസ് പീനട്ട് ബട്ടർ കപ്പ്. ഇത് ചോക്ലേറ്റും പീനട്ട് ബട്ടറും കൂടെ ചേർത്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നെക്സ്റ്റ് ആണ് ഹെർഷീസ് കിസ്സസ്. ഇതിൻ്റെ പേര് വന്ന തന്നെ കിസ്സസ് എന്ന് വന്നതെന്ന് പറഞ്ഞാൽ തന്നെ ആ ചോക്ലേറ്റ് കൺവെയർ ബെൽറ്റിലോട്ട് കിസ് ചെയ്ത രീതിയിലാണ് ആ ചോക്ലേറ്റ് വീഴുന്നത്, അതുകൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നത്. പിന്നെ അടുത്തത് പിന്നെ വേൾഡ് ഫേമസ് കിറ്റ് കാറ്റ്. അത് പിന്നെ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. ഹെർഷീസിൻ്റെ തന്നെ മിൽക്ക് ചോക്ലേറ്റ് വിത്ത് വൈറ്റ് ക്രീമാണ്. ഹെർഷിയും കാഡ്ബറിയുമായിട്ട് എന്താ ബന്ധം എന്ന് അറിഞ്ഞൂടാ. അവിടെ കാഡ്ബറി ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ കാരമൽ ചോക്ലേറ്റ് ആണ്. പിന്നെ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ് ഹെർഷീസ് നഗറ്റ്. ഇതിൻ്റെ അകത്ത് ആൽമണ്ട് കൂടെ ഉണ്ട്, നല്ല ടേസ്റ്റാണ്. നെക്സ്റ്റ് ഇത് ഹെർഷീസ് കിസ്സസ് തന്നെ, പക്ഷെ അതിൽ ആൽമണ്ട് കൂടെ ഉണ്ട്. പിന്നുള്ളതാണ് ഹെർഷീസ് മിനിയേച്ചർ. അപ്പം നിങ്ങളിപ്പം ഹെർഷീസ് ചോക്ലേറ്റ് ഫാക്ടറി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു 1 day ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്യണം. കാരണം അവിടുത്തെ ഓൾ ഇൻക്ലൂഡഡ് പാസ്, അതൊരു 4 ഇവൻറ്റ്സ് അവരതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ ഓൺ ദി ഹോൾ കംപ്ലീറ്റ് ഒരു ചോക്ലേറ്റ് വേൾഡ് എക്സ്പീരിയൻസും കിട്ടും. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ടേസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്കൊരു ബോക്സിൽ പലതരം ചോക്ലേറ്റ്സ് തന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യിക്കുക. വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, ഫ്രൂട്ടി ഫ്ലേവർ, അതിനെപ്പറ്റി ഒരു കംപ്ലീറ്റ് ഒരു നല്ലൊരു ആക്ട് പോലെ, ഡ്രാമ പോലെ അവർ കാണിച്ചു തരും. നല്ലൊരു പരിപാടിയാണ്. രണ്ടാമത്തേതുള്ളതെന്ന് വെച്ചാൽ അവരുടെ ട്രോളി വർക്ക്സ് എന്നൊരു ട്രിപ്പാണ്. അപ്പോൾ നമ്മളെ ഹെർഷി വില്ലേജിലോട്ട് കൊണ്ടുപോയിട്ട് ആ ഹെർഷിയുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഒരു പ്ലേ പോലെ അവർ കാണിച്ചിരുന്നു. ഇപ്പോൾ ഹെർഷിയുടെ ഫാദർ, മദർ അതൊക്കെ ആക്ട് ചെയ്ത് വളരെ നല്ലൊരു ട്രിപ്പാണ്. നമുക്ക് അദ്ദേഹത്തെ പറ്റി ഒരുപാട് അറിയാൻ സാധിച്ചു. അദ്ദേഹം കുട്ടികളെ എത്ര സ്നേഹിച്ചിരുന്നും, അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നില്ല. വൈഫ് 42-ാം വയസ്സിൽ മരിച്ചുപോയി. അപ്പം അവർക്ക് വേണ്ടി അദ്ദേഹം ചെയ്തത് ഒരു 2000 കുട്ടികൾ ഉൾപ്പെടുന്ന ഒരു സ്കൂള് അദ്ദേഹം അവിടെ സ്റ്റാർട്ട് ചെയ്തു. ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് തന്നെയാണ് അവിടുത്തെ പ്രസിഡൻറ്റിനെ, അതായത് ഹെർഷി ചോക്ലേറ്റിൻ്റെ കംപ്ലീറ്റ് ട്രസ്റ്റിൻ്റെ പ്രസിഡൻറ്റ് വരെ തിരഞ്ഞെടുക്കുന്നത്. അത് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നു അത്. പിന്നീടുള്ളതാണ് ഞങ്ങൾ ചെയ്ത വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് വൺ വാസ് ക്രിയേറ്റിംഗ് ചോക്ലേറ്റ്, ബിൽഡ് യുവർ ഓൺ ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള പേരിൽ ചോക്ലേറ്റ് ബിൽഡ് ചെയ്യാം. അപ്പം നമ്മൾ ചെയ്തത് ശ്രീഷ അവളുടെ പേരിലാണ് ചോക്ലേറ്റ് ബിൽഡ് ചെയ്തത്. ഇതേണ്ട. അപ്പം അതിൽ അവളുടേതായ ഹോപ്പിൽ വൈറ്റ് ചോക്ലേറ്റ് വേണോ, ബ്ലാക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ്, അതിൽ സ്പ്രിങ്കിൾസ് വേണോ, കുക്കീസ് വേണോ, എന്തൊക്കെയാണ് മോനെ ആഡ് ചെയ്തത്? Sprinkles, chocolate chip cookies. No, I mean chocolate chips. Okay, nice. അപ്പോൾ പിന്നുള്ള നമ്മൾ ഉണ്ടാക്കിയത് ശ്രീനന്ദിൻ്റെ പേര്, കുട്ടി ശ്രീനന്ദിൻ്റെ പേര് നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇത് ശ്രീനന്ദിൻ്റെ ചോക്ലേറ്റ് ബാറാണ്. അവന് തിന്നാനൊന്നും അറിയത്തില്ല, തിന്നാനും ആയിട്ടില്ല, എന്നാലും ഒരു കൗതുകത്തിൻ്റെ പേരിൽ നമ്മളങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നീട് എൻ്റെ പേരിലും ആയിരുന്നു. അപ്പോൾ ഇത് നമുക്ക് അവിടെ തന്നെ ഡിസൈൻ ചെയ്യാം. ഇത് ലോഗോ പോലെ എന്തൊക്കെ ആഡ് ചെയ്യാം, പേര്, ഡീറ്റെയിൽസ്. അപ്പോൾ നല്ലൊരു കൗതുകമായിട്ട് തോന്നി. അപ്പോൾ ഇനി അടുത്ത പരിപാടി, ഇത് നമ്മുടെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സുണ്ട്, അവർക്ക് ഇതെല്ലാം ഷെയർ ചെയ്യണം. നമുക്ക് ഒറ്റയ്ക്ക് തിന്നാൻ പറ്റത്തില്ല, അവരോട് ഉദ്ദേശിച്ചാണ് നമ്മൾ മേടിച്ചത്. ഇതെല്ലാം ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കാം. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം.
നിങ്ങൾക്ക് വേണ്ടി ആണ് ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് പറഞ്ഞ് നമുക്കതൊരു ഈ ഗ്രൂപ്പിനെ വലുതാക്കാം. ഓക്കെ, ബൈ.